ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പിയാണ്. പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാലയിൽ നല്ല അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കുറച്ച് പുളിയുള്ള തൈരാണ്. ഒരു 1/4 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ മുറി ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി കൈവച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണേ. അപ്പം നമ്മൾ ചിക്കൻ എപ്പോഴും മസാല തേച്ച് വെക്കുന്ന സമയത്ത് അത്യാവശ്യം എരിവും പുളിയും ഉപ്പൊക്കെ ചേർത്ത് വേണം നമ്മൾ മസാല തേച്ച് വെക്കാനായിട്ട് കേട്ടോ. ഇനി ഇതൊരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ച ചിക്കനാണിത്. അത് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ച് കോരണം. അത്യാവശ്യം കുറച്ച് ഫ്രൈ ചെയ്ത് കോരാനും വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഒരു ഡ്രൈ ആയി പോകും. അത് സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഫ്ലെയിം അത്യാവശ്യം കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതപ്പോൾ ഒരു സൈഡ് ആയപ്പം മുഴുവനായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. 2 പീസ് വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 തുടം വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളകും കൂടി എടുക്കുക. ഞാനിപ്പോൾ ഉണ്ടമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ. അതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരും. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കേണ്ട, അതുപോലെ ചതച്ചെടുത്തുകൊണ്ട് വന്നാൽ മതി. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ഉള്ളി ഫ്രൈ ചെയ്യുന്നതും മസാല തയ്യാറാക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ചിക്കൻ മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 4 മീഡിയം സൈസുള്ള സവാള നല്ലപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് പൊരിച്ച് കോരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചധികം സവാള എടുത്തിട്ടുള്ളത് മസാലയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും സവാള എടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയും കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റണം. ഇതിലും കൂടുതൽ കളറാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പൊരിച്ച് കോരി വെച്ചാലും ഇത് നല്ല ഡാർക്ക് കളറായി പോവും. അതൊരു കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതപ്പോൾ ഉള്ളി മുഴുവനായിട്ട് പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. എന്നിങ്ങനെ കൂട്ടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കട്ട പിടിച്ച പോലെയോ. അപ്പം ഒന്ന് ജസ്റ്റ് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ. ഒന്ന് വീഡിയോയിൽ കാണാനുള്ള ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊന്നും ഇത് ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. വെറുതെ വെക്കുകയാണെങ്കിൽ അവർ കഴിക്കും. ചോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതവർക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു കാരണം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ മസാല തയ്യാറാക്കി എടുക്കാനുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി അളന്നെടുത്ത് വെക്കുക. 1 കിലോ ചിക്കന് ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 3 കപ്പ് റൈസ് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ 4 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോ ചിക്കനൊക്കെ എടുക്കണം. അപ്പോഴാണ് ചിക്കൻ ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഇനി ഞാൻ കുതിരാനായിട്ടൊന്നും വെക്കുന്നില്ല. അപ്പം തന്നെ കഴുകി വെള്ളം വാരാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോയി ഇതൊന്നും മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴന്ന് വരണം. അപ്പോഴാണ് നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക.
1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള ഒരു പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പൊടികളൊന്നും മൊരിഞ്ഞ് വന്ന ശേഷം 3 വലിയ പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നല്ല പോലെ ഒന്ന് വഴന്ന് വന്ന് നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വരണം, അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളിൽ എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് പൊടി നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് കൂട്ടി കൊടുക്കുക, അത്ര എരിവ് വേണ്ട എന്നുള്ളവർക്ക് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഒന്ന് നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്ന സമയത്ത് ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു പിടി പുതിന ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്ത ഉപ്പ് പോരായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. എന്നിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ പൊരിച്ച് കോരി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഈ മസാലയൊക്കെ നല്ല രീതിക്ക് ഈ ചിക്കനിലേക്ക് ഒന്ന് പൊതിഞ്ഞ് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തൈര് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല വഴറ്റിയെടുത്ത സമയത്ത്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഒരു 1/2 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. മിക്സാക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുകയും ചെയ്യാം. ഈ സമയം കൊണ്ട് തന്നെ കഴുകി വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരിയിൽ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. 2 ചെറിയ പീസ് ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുള്ളത്. ഇത് റൈസിലേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും വേണ്ട, 1 ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് 2 സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 കഷ്ണം പട്ട, കുറച്ച് ഏലക്കായ, ഒരു 3-4 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പു, 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതൊന്ന് മൂത്ത് വന്ന സമയത്ത് ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ അരി ഈ നെയ്യിലും എണ്ണയിലൊക്കെ കിടന്നിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കുറച്ച് റോസ് വാട്ടറും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത സമയത്ത് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതൊന്നും കൂടി ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ അരിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരു 1/4 ഭാഗത്തോളം വേവ് കേട്ടോ, ഫുള്ളായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഈ റൈസിൽ നിന്ന് ഞാൻ കുറച്ച് റൈസ് മാത്രം എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. കുറച്ച് മാത്രം എടുത്ത് കോരി മാറ്റിയിട്ട് ബാക്കി റൈസ് 1/4 ഭാഗത്തുള്ള റൈസ് ഉണ്ട് പാത്രത്തിൽ, അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ റൈസിൻ്റെ മുകളിലേക്ക് ഞാൻ പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. ഇനി ഈ റൈസിൻ്റെ മുകളിലാണ് ഞാൻ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ചോറ് ദം ചെയ്തെടുക്കാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചോറിലേക്ക് നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ പിടിച്ച് ഈ ചിക്കൻ്റെയും മസാലയുടെയൊക്കെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ റൈസിൽ പിടിച്ച് അടിപൊളി റൈസായിട്ട് നമുക്ക് കിട്ടുമേ. അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ദം ചെയ്തെടുക്കുന്നത്. മസാല ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് വീണ്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുക്കുക, പൊരിച്ചോരി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് നേരം ദം ചെയ്തെടുക്കുക. ഇതിൻ്റെ അടിയിൽ വല്ല തട്ടെന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ ലിഡിന് ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കും കൂടി വേണം. അതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുക. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നൊരു രീതി കൂടിയാണിത്. ഉണ്ടാക്കി കഴിക്കാൻ കൊടുത്തിട്ടുള്ളവരിൽ നിന്നൊക്കെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഇതിന് ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കണം എന്നുള്ളവർക്ക്, പൊരിച്ച് ചിക്കൻ ബിരിയാണി തയ്യാറാക്കണം എന്നുള്ളവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.